ശബരിമലയിൽ നിലവാരമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയതിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. ഇത്തരക്കാർക്കെതിരെ ഉരുക്കുമുഷ്ടി പ്രയോഗിക്കേണ്ടതാണെന്നും കോടതി. അതേസമയം ശബരിമലയിൽ അമിതവില ഈടാക്കുന്നുണ്ടോ എന്നറിയാൻ പ്രത്യേക സ്ക്വാഡ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പത്തനംതിട്ട കളക്ടർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുന്നു. രേഷ്മ, എന്തായാലും ഈ കേടായ ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്തു എന്ന വിഷയത്തിലാണോ വിഷയമാണോ കോടതി പരിഗണിച്ചത്? എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിലവാരമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ നിലയ്ക്കലടക്കം വിൽപ്പന നടത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ വിഷയത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഈ നിലവാരമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെ ഉരുക്ക് മുഷ്ടി പ്രയോഗിക്കേണ്ടതാണ് എന്നുള്ള ഒരു പരാമർശമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ, അതായത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞത് ഇത്തരം വിൽപ്പനക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനായിട്ട് അതാത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ തയ്യാറാകണമെന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഇന്ന് ഫയൽ ചെയ്തിട്ടുമുണ്ട്. അതായത് 24 മണിക്കൂറും പ്രത്യേക സ്ക്വാഡ് അമിതവില ഈടാക്കുന്നുണ്ടോ, നിലവാരമില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്തിയിട്ടുണ്ടോ, ഇതടക്കം പരിശോധിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തന സജ്ജമാണെന്നാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ, അതോടൊപ്പം തന്നെ ഹെൽത്ത്, ലീഗൽ മെട്രോളജി വകുപ്പ് ഇവിടങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് ഈ പ്രത്യേക സ്ക്വാഡിലുള്ളത്. കഴിഞ്ഞ ദിവസം നിലയ്ക്കലിൽ ഈ പ്രത്യേക സ്ക്വാഡ് പരിശോധന നടത്തിയ സമയത്ത് ഈ വിതരണക്കാർ, അതായത് വിൽപ്പനക്കാരായിട്ടുള്ള ആളുകൾ ചില പ്രതിഷേധ സ്വരങ്ങളൊക്കെ ഉയർത്തിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം അംഗീകരിക്കാനാകില്ല എന്നുള്ളൊരു നിലപാടും കൂടി ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഈ കുത്തക ഹോൾഡർമാരായിട്ടുള്ള കരാറുകാർക്ക് എതിരെ, അതായത് അമിതവില ഈടാക്കുന്ന കരാറുകാരുണ്ടെങ്കിൽ, ടെൻഡർ വ്യവസ്ഥകൾ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി തന്നെ നേരത്തെ ഇടക്കാല ഉത്തരവിട്ടിരുന്നു. അത് കർശനമായിട്ട് തന്നെ നടപ്പാക്കുമെന്നാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ നിലവിൽ പ്രത്യേക സ്ക്വാഡിന്റെ പ്രവർത്തനം 24 മണിക്കൂറും സുസജ്ജമാണ്. അതോടൊപ്പം തന്നെ നിലവാരമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരക്കാർക്കെതിരെ കടുത്ത നടപടിയെടുക്കാൻ കൂടി ഇന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണെന്നാണ് പോലീസ് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. ഓരോ ദിവസത്തെ ശബരിമലയിലെ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനിടയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ നിലവാരമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്നവർക്കെതിരെ ഉരുക്കുമുഷ്ടി പ്രയോഗിക്കേണ്ടി വരുമെന്ന പരാമർശം ഹൈക്കോടതി നടത്തിയത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പ്രത്യേക സ്ക്വാഡിന്റെ കർശന പരിശോധന അനിവാര്യമാണെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അനു.